ഹലോ ഫ്രണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ താഴ്ത്തങ്ങാടിയിലുള്ള ഒരു ഇലക്ട്രിക്കൽ വിദ്യാർത്ഥി 19 വയസ്സുള്ള രാകേഷ് ഇരുവൃക്കുകളും തകരാറിലായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കോട്ടയം നഗരസഭ വാർഡ് 23 താഴ്ത്തങ്ങാടി തളിക്കോട്ട ദേവസ്വം പറമ്പിൽ രാജം സരോജൻ ദമ്പതികളുടെ മകനാണ് ഈ പറഞ്ഞ രാജേഷ്. സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഈ കുടുംബത്തിന് ഇപ്പോഴുള്ള ചികിത്സാ ചെലവുകൾ പോലും വഹിക്കാൻ നിർവാഹമില്ല. തുടർ ചികിത്സയ്ക്ക് ഏകദേശം 30 ലക്ഷം രൂപയോളമാണ് ചിലവ് വരുന്നത്. സന്മനസ്സുള്ളവർ സാമ്പത്തിക സഹായം വേണമെന്ന് അവർ ഫേസ്ബുക്കിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം വാർത്തകൾ നമ്മൾ സ്ഥിരമായി കാണാറുള്ളതുകൊണ്ട് പലതും ഫേക്ക് ആണ് എന്ന് കരുതി നമ്മളിത് അവഗണിക്കുകയാണ് പതിവ്. എന്നാൽ ഇതങ്ങനെയല്ല. ഞാൻ അവരുമായി വിളിച്ച് സംസാരിച്ചിരുന്നു. വളരെ കഷ്ടമാണ് അവരുടെ അവസ്ഥ. ഇപ്പോൾ ആ പയ്യന് 40 കിലോ മാത്രമാണ് വെയിറ്റ് ഉള്ളത്. 50 കിലോ ഗെയിൻ ചെയ്താൽ മാത്രമേ ഓപ്പറേഷൻ സാധിക്കൂ എന്നാണ് അവർ പറഞ്ഞത്. ആ കുട്ടിയുടെ അമ്മയുടെ വൃക്ക തന്നെ മാറ്റിവെക്കാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അമ്മയ്ക്കും ഏകദേശം ഇതേ കണ്ടീഷനാണ്, വെയിറ്റ് കുറവാണ്. വെയിറ്റ് ഗെയിൻ ചെയ്തു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. ഓപ്പറേഷൻ ഏകദേശം 5 ലക്ഷം രൂപ മാത്രമേ ചിലവുള്ളൂ. പക്ഷെ 5 വർഷത്തോളം അതിന്റെ തുടർ ചികിത്സയുണ്ട്. അതിനാണ് ബാക്കി 25 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നത്. ചികിത്സയ്ക്ക് വേണ്ടി പണസമാഹാരത്തിനായി ഒരു കമ്മിറ്റി നാട്ടുകാർ രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ജോയിന്റ് അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ആ ജോയിന്റ് അക്കൗണ്ട് നമ്പർ ഞാൻ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായം ആ കുട്ടിക്ക് എത്തിച്ചു കൊടുക്കുക. ഇപ്പോൾ എല്ലാവരും ഓൺലൈൻ ബാങ്കിങ്ങും മറ്റ് പേടിഎം, ടെസ് അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള വാലറ്റുകൾ ഉപയോഗിക്കുന്നവരാണ്. ഇതുവഴി ഓരോരുത്തരും ഒരു 30 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ നിങ്ങൾ കഴിയുന്ന ചെറിയ തുകയെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒത്തിരി പേരാകുമ്പോഴത്തേക്ക് ഒരു വലിയ തുകയാകും. അവർക്ക് വളരെ ഉപകാരമാകും. നിങ്ങൾ അതുപോലെ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പ്രവാസി ഗ്രൂപ്പുകളും മറ്റും ഉണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക. സാധാരണഗതിയിൽ വരുന്ന ഫേക്ക് ഫോർവേഡ് മെസ്സേജ് പോലെ കരുതി ഇത് അവോയ്ഡ് ചെയ്യാതെ മാക്സിമം എത്തിക്കുക. ആൾക്കാരിലെത്തി ഈ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്. സോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.